അതായത് കാര്യം കാണുമ്പോൾ നിസ്സാരമായിട്ട് സംഭവമായിട്ട് തോന്നുമെങ്കിൽ വലിയൊരു ടെസ്റ്റും കൂടി നാളെ ഒരു സംഭവം കൂടി നടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ. സ്കൂട്ടർ അപ്പം എവിടെയും പോയിട്ടില്ല, അർജുൻ ഇത് പൈസ കൊടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റിനി എപ്പോഴാണ്, ആ സർപ്രൈസ് എപ്പോഴാണ് അർജുൻ ഇനി അഞ്ജലി എടുത്ത് പൊട്ടിക്കാൻ പോകണമെന്ന് അറിയില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്ന പ്രൊമോ വളരെ നല്ലൊരു പ്രൊമോ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു ഷോർട്ട് പ്രൊമോ തന്നെയായിരുന്നു, എങ്കിൽ പോലും നല്ലൊരു പ്രൊമോയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സംഭവ ബഹുലമായ കുറച്ച് അധികം കാര്യങ്ങൾ നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു അല്ലേ ഇന്ന്. അതായത് അർജുൻ കാവ്യ വിവാഹത്തെ പറ്റി രാഘവനുണ്ണി പറയുന്നു, ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അർജുൻ. പിന്നെ അതിനുശേഷമാണ് ശരിക്കും കുറച്ചധികം ഞെട്ടിക്കുന്ന സീനുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അബി അനുപമയുടെ കഴുത്തിൽ നിന്ന് താലി പറിച്ചെടുത്തു, അങ്ങനെ ഒരു സീന്. പിന്നെ എല്ലാത്തിനും ഉപരി ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവബഹുലമായ കാര്യം എന്ന് പറയുന്നത് എപ്പിസോഡിൻ്റെ അവസാനം ഈ അബി നമ്മുടെ അർജുനോട് പറയുകയാണ്, നിനക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ പോയി വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ വേണ്ടി നോക്ക്. അല്ലാതെ ഇവർ പറയുന്ന രാഘവനുണ്ണി പുള്ളി അച്ഛൻ പറയുന്നതും ഇവിടെ മറ്റുള്ളവർ പറയുന്നതും കേട്ടൊന്നും അല്ല നീ വേറെ ആരെയും പോയി കല്യാണം കഴിക്കുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ കൂടെ നീ ജീവിക്കാൻ നോക്ക്. എൻ്റെ പോലെ ഒരു അവസ്ഥ നിനക്ക് വരരുത്. ഇഷ്ടമല്ലാത്ത ഒരുത്തിയുടെ കൂടെ ജീവിക്കാൻ എൻ്റെ ഒരു അവസ്ഥ നീ കാണുന്നില്ലേ, അതുപോലെ ഒരു അവസ്ഥ നിനക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് അർജുനോട് അബി പറയുകയാണ്, നിനക്ക് ആരെയാണെങ്കിലും ഇഷ്ടം പോയി വിളിച്ചിറക്കിക്കൊണ്ട് വാന്ന് പറഞ്ഞിട്ട് അബി അർജുനോട് പറയും അല്ലേ. പക്ഷേ അപ്പോഴും അബി അറിയുന്നില്ല ഈ അർജുൻ സ്നേഹിക്കുന്ന പെണ്ണ് ശരിക്കും പറഞ്ഞാൽ അഞ്ജലിയാണ് എന്നുള്ള കാര്യം. കാരണം ഇത്രയും കാലത്തിനിടയിൽ അതിനെപ്പറ്റി ഒരു സൂചനയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബിക്ക് കിട്ടിയിട്ടില്ല. അർജുന ഒരു പെണ്ണുമ്പിളയുണ്ട്, സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടെന്നൊക്കെ അറിയാമെങ്കിൽ പോലും പുള്ളി അത് ആരാണെന്നും കൂടുതലൊന്നും അന്വേഷിക്കാനായിട്ട് പോയിട്ടുമില്ല കേട്ടോ. അപ്പോൾ സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു ടെസ്റ്റ് ഉണ്ടാവുമെന്നും പുള്ളി വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും അനുപമ ആ ടെസ്റ്റ് അങ്ങ് പൊട്ടിച്ച് കളഞ്ഞു. അതായത് അബി സ്നേഹിക്കുന്ന അഞ്ജലിയെ തന്നെയാണ് അർജുനെ സ്നേഹിക്കുന്നത്. അർജുനെ മൂപ്പിച്ച് വിട്ടിരിക്കുകയാണ്, വിളിച്ചോടെ ഇറക്കി കൊണ്ട് വാ, ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാം, നീ അവളുടെ കൂടെ വേണം ജീവിക്കാനായിട്ടെന്ന്. പക്ഷേ അബി അറിയുന്നില്ലല്ലോ അത് അഞ്ജലിയാണെന്നുള്ള കാര്യം. എന്താണെങ്കിലും അങ്ങനെ ഒരു വലിയൊരു ടെസ്റ്റാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അബി ആണെങ്കിൽ ആ നിമിഷം ഇങ്ങനെ ആലോചിച്ച് നോക്കുക, അന്ന് അമ്പലത്തിൽ വെച്ച് അഞ്ജലിയും പറഞ്ഞിരുന്നു, എനിക്ക് സ്നേഹിക്കുന്ന ഒരാളുണ്ട്, ഞാൻ കമ്മിറ്റഡ് ആണ്, അതുകൊണ്ട് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ, എന്താണെങ്കിലും അത് നടക്കാനായിട്ട് പോകുന്നില്ല രീതിയിലൊക്കെ അന്ന് അബിയോട് ഈ നമ്മുടെ അഞ്ജലിക്കുട്ടി പറഞ്ഞതൊക്കെ അബി ഇങ്ങനെ ഓർത്ത് നോക്കും കേട്ടോ. പക്ഷെ ആ സമയത്ത് അഞ്ജലി അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നമുക്കറിയാം. പക്ഷെ അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ കോർത്തിണക്കി മിക്കവാറും അബി മനസ്സിൽ ചിന്തിക്കുന്നത് എന്തൊക്കെയാണെന്ന് തമ്പുരാന് പോലും അറിയത്തില്ല. അതാണ് അവസ്ഥ എന്നുള്ളത്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു വലിയൊരു ട്വിസ്റ്റ് നിറഞ്ഞതൊരു എപ്പിസോഡായിരുന്നു കേട്ടോ ഇന്ന്. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വളരെ ചെറിയൊരു പ്രൊമോയാണ്, എങ്കിൽ പോലും കുറച്ച് അധികം കാര്യങ്ങൾ ഇന്ന് വന്ന പ്രൊമോയിലുണ്ട് കേട്ടോ. അതായത് കാര്യം കാണുമ്പോൾ നിസ്സാരമായിട്ട് സംഭവമായിട്ട് തോന്നുമെങ്കിൽ വലിയൊരു ടെസ്റ്റും കൂടി നാളെ ഒരു സംഭവം കൂടി നടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ. അപ്പോൾ നമ്മൾ പ്രൊമോയിൽ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് അബി നമ്മുടെ അഞ്ജലിക്കുട്ടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കാരണം അഞ്ജലി അർജുൻ ബന്ധം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അബിക്ക് മനസമാധാനത്തോടു കൂടി ഉറങ്ങാനും ഇരിക്കാനും ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ. അപ്പോൾ പുള്ളി എന്താണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് പുള്ളി എന്താണെങ്കിലും അത് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങാതെ ഇരിക്കത്തില്ല അല്ലേ. അപ്പോൾ അഞ്ജലിയുടെ അടുത്ത് ചെല്ലുന്നു, അഞ്ജലിയോട് ചോദിക്കുകയാണ്, നീ അന്ന് അമ്പലത്തിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാട്ടിയിട്ട് എനിക്ക് അയാൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരാളുണ്ടോ, അയാളുടെ പേര് അർജുനാണോ എന്ന് അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജലി അതിനെന്ത് മറുപടി കൊടുക്കും എന്നറിയത്തില്ല. മിക്കവാറും എന്താ നമുക്കറിയില്ല, എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞ് ഒഴിവാക്കി വിടാനോ അല്ലെങ്കിൽ അതെ അങ്ങനെ ഒരാളുണ്ടെന്ന് പറയാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം എന്നായിരിക്കാം അഞ്ജലി വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു വലിയൊരു ടെസ്റ്റ് നടക്കാനായിട്ട് പോവുകയാണ്. കാര്യം നമ്മൾ ഇങ്ങനെ സംഭവമാണ് അഭിപ്രായം ചോദിക്കും എന്നൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിലും വലിയൊരു സംഭവം അവിടെ നടക്കുമെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം അബി അഞ്ജലിയുടെ അടുത്ത്
ചോദിക്കാനായിട്ട് ചെല്ലുമ്പോൾ വലിയൊരു സംഭവം അവിടെ നടക്കും. സംഭവം വേറൊന്നുമില്ല, നിങ്ങൾ പ്രൊമോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആദ്യം തന്നെ വരുന്നത് അർജുനാണ്. അർജുൻ പ്രൊമോയിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി വരുന്നുണ്ട്. അതെവിടേക്കായിരിക്കും? ഉറപ്പായിട്ടും അഞ്ജലിയുടെ അടുത്തേക്ക് ആയിരിക്കും എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പം അഞ്ജലിയും അർജുനും കൂടെ ഒരുമിച്ച് അഭി കാണുന്ന ഒരു സീന് മിക്കവാറും നടക്കാനായിട്ട് പോവുകയാണ് നാളെ എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒരു സീൻ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും കാര്യങ്ങൾ? എന്നാൽ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി നടക്കും മിക്കവാറും. കുറുപ്പ് കയറി നമ്മുടെ അർജുനെ അടിച്ചതുപോലെ മിക്കവാറും അഭി കയറിയ അർജുനെ അടിക്കുമെന്നാണ് എനിക്കിപ്പോൾ സംശയം കേട്ടോ. അതായിരിക്കും മിക്കവാറും നടക്കാനായിട്ട് പോകുന്നതെന്ന് പോലും തോന്നി പോവുകയാണ്. കാരണം അർജുന അഞ്ജലിയെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ അഭിക്ക് എങ്ങനെ സഹിക്കാനായിട്ട് പറ്റും? താൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന കാര്യത്തെപ്പറ്റി. എന്താണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നടക്കാൻ പോവുകയാണോ എന്ന് എനിക്ക് തോന്നി പ്രൊമോ കണ്ടപ്പോൾ കേട്ടോ. എന്താണെങ്കിലും അതാണ് പ്രൊമോയിൽ ആദ്യം കാട്ടിയ സീൻ എന്ന് പറയുന്നത്. എന്താണെങ്കിലും പ്രൊമോയിൽ ഏറ്റവും അവസാനം കാട്ടിയ സീനുകളെ പറ്റി പറയാം. ഏറ്റവും അവസാനം കാട്ടിയ വേറൊന്നുമല്ല, നമ്മുടെ അഞ്ജലിയുടെ അമ്മ ഇങ്ങനെ തുണി വിൽക്കാനായിട്ട് ഇങ്ങനെ പോകുന്നു. ആ സമയത്തൊക്കെ ഷോപ്പിലൂടെ ചായ കുടിക്കാനോ വെള്ളം കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് ദേ കിടക്കുന്നു അഞ്ജലി കുട്ടിയുടെ സ്കൂട്ടർ. അത് ആരുടെ കയ്യിലിരിക്കുന്നു? അമ്പാടിയുടെ കയ്യിലിരിക്കുന്നു. അമ്പാടി വിൽക്കാതെ നൈസായിട്ട് വാങ്ങിയതായിരിക്കും. അർജുൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വിൽക്കാതെ പൈസ കൊടുത്ത് വാങ്ങിച്ചതായിരിക്കും കേട്ടോ. അപ്പോൾ അമ്മ ശരിക്കും കേട്ടും ഈ സ്കൂട്ടർ ഇങ്ങനെ ഇവൻ്റെ കയ്യിൽ വന്ന്. അപ്പോൾ അതും പറഞ്ഞിട്ട് അമ്പാടി ചോദിക്കുന്ന കാണാം, ഈ സ്കൂട്ടർ എൻ്റെ മോളുടെ സ്കൂട്ടർ ആണല്ലോ, ഇത് നിൻ്റെ കയ്യിൽ എങ്ങനെ വന്നടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പത്തിന് അമ്പാടി പറയും, നിങ്ങളുടെ മോൾ സ്കൂട്ടറോ? അപ്പം എൻ്റെ മോൾ അഞ്ജലിയുടെ സ്കൂട്ടറാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പത്തിന് അമ്പാടി അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, ഇത് എനിക്കറിയത്തൊന്നുമില്ല അഞ്ജലി, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത്, ഒക്കെ പൈസ കൊടുത്ത് 19,000 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കാറ് അമ്മയ്ക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് മോള് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ അഞ്ജലി പറയുകയും ചെയ്തു സ്കൂട്ടർ വർക്ക്ഷോപ്പിലാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അഞ്ജലി പറഞ്ഞത് കള്ളമാണെന്നുള്ളൊരു സംഭവം ശരിക്കും പറഞ്ഞാൽ അമ്മ തിരിച്ചറിയും. അതായത് പൈസയ്ക്ക് അത്രയധികം ബുദ്ധിമുട്ടുണ്ട്. അച്ഛനെ ഒരു കോഴ്സ് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, അങ്ങനെ മെഡിക്കലിൽ കാര്യങ്ങൾ പൈസ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് അഞ്ജലി ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എന്നിട്ടും ഈ ഇത്രയും പൈസയ്ക്ക് ആവശ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി സ്കൂട്ടർ വിൽക്കാമെന്ന് തീരുമാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടർ അഞ്ജലി വളരെയധികം ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ പക്ഷെ അച്ഛനെ ഓർത്ത് ആ സ്കൂട്ടർ വിറ്റ് കളയാൻ പൈസയ്ക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് അഞ്ജലി ചെയ്ത്. അപ്പോൾ നമുക്ക് പ്രൊമോയിൽ കാണാം അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. സ്കൂട്ടർ അഞ്ജലി വിറ്റതാണ്, രാവിലെ തന്നോട് കള്ളം പറഞ്ഞതാണ് എന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് ആലോചിച്ച് അമ്മ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്ന സീന് നമ്മൾ പ്രൊമോയുടെ അവസാനം കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്താണെങ്കിലും അമ്പാടിയുടെ കയ്യിൽ സ്കൂട്ടർ ഇരിക്കുന്നത് കണ്ടതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ആശ്വസിക്കാം, സ്കൂട്ടർ അപ്പോൾ എവിടെയും പോയിട്ടില്ല. അർജുൻ ഇത് പൈസ കൊടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ആ ട്വിസ്റ്റിനി എപ്പോഴാണ്, ആ സർപ്രൈസ് എപ്പോഴാണ് അർജുൻ ഇനി അഞ്ജലി എടുത്ത് പൊട്ടിക്കാൻ പോകണമെന്ന് അറിയില്ല. എന്താണെങ്കിലും സ്കൂട്ടർ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ അർജുൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ചെറിയൊരു പ്രൊമോയാണെങ്കിൽ കുറച്ചധികം നല്ല കാര്യങ്ങളും ചീത്ത വശങ്ങളൊക്കെ ഉള്ളൊരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരു എളിയ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ടേക്ക് കെയർ, ശുഭരാത്രി.